നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ കനത്ത ആക്രമണം തുടരുകയാണ് അമേരിക്ക. തുടർച്ചയായ 10ാം രാത്രിയിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ആക്രമണം നടത്തിയത്. അമേരിക്കയുടെ US സെൻട്രൽ കമാൻഡ് കഴിഞ്ഞ ദിവസം 10ാം ദിവസം നടന്ന ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. തുടർച്ചയായ 10ാം ദിവസവും ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തിയതായിട്ടാണ് US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിരിക്കുന്ന പത്രക്കുറിപ്പിൽ അല്ലെങ്കിൽ പ്രസ്താവനയിൽ പറയുന്നത്. അതായത് ഇറാൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് അമേരിക്ക ആക്രമണം നടത്തുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഈ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ ഇന്ധനം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട്. ആ യുറേനിയം കണ്ടെത്താനാണ് അമേരിക്കയുടെ തീവ്ര ശ്രമം. അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ കണ്ടെത്താനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായ 10ാം ദിവസവും കനത്ത ആക്രമണം നടത്തിയിരിക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾക്ക് പിന്നാലെ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇറാൻ്റെ ലോഞ്ച് പാഡുകളെയാണ്. മിസൈൽ ലോഞ്ച് പാഡുകൾ, ഇറാൻ മിസൈലുകൾ രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ഡ്രോൺ നിർമ്മിക്കുകയും സൂക്ഷിച്ചു വച്ചിരിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇവിടങ്ങളിലൊക്കെയാണ് അമേരിക്ക ശക്തമായ ആക്രമണം നടത്തുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കാനുള്ള ശേഷി ആദ്യഘട്ടത്തിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ രാത്രിയിലും അമേരിക്ക കനത്ത ആക്രമണം നടത്തുന്നത്. 10 ദിവസത്തെ കനത്ത ആക്രമണത്തിൽ ഇറാൻ തകർന്നടിഞ്ഞതായും ഇറാനെ അല്ലെങ്കിൽ തിരിച്ചടിക്കാനുള്ള ശേഷി ഇല്ലാതായതായും ഒരു വിഭാഗം അമേരിക്കക്കാർ സംശയിക്കുന്നുണ്ട്. എന്തായാലും അത്തരമൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പ്രത്യാക്രമണം ഒട്ടും നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് രാജ്യം പോയിട്ടില്ല എന്ന് ഇറാൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അതായത് അമേരിക്കയുടെ ഓരോ ആക്രമണങ്ങൾക്കും ഇറാൻ മറുപടി നൽകുന്നുണ്ട്. മറുപടി പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ജോർദാനിലും അതുപോലെ തന്നെ കുവൈറ്റിലും ബഹ്റൈനിലുമെല്ലാം ഇറാൻ ശക്തമായ ആക്രമണം നടത്തുന്നു. ഇവിടങ്ങളിലെ അമേരിക്കൻ ബേസ് ക്യാമ്പുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡ്രോൺ ആക്രമണങ്ങളെയും മിസൈൽ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുകയാണ് ഈ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ പണി. കുവൈറ്റിലും ബഹ്റൈനിലുമെല്ലാം ഇതിനോടകം തന്നെ ഒട്ടനവധി നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ജോർദാനെയും ഇപ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം വൈറ്റ് ഹൗസിൻ്റെ പങ്കാളികളാണ് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. തങ്ങളെ ആക്രമിക്കാനുള്ള എല്ലാ സഹായവും ഈ രാജ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഇറാൻ ഈ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കനത്ത ആക്രമണം നടത്തുമ്പോൾ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ പ്രശ്നങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയാണ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായും ഇതുവഴി കപ്പൽ ഗതാഗതം ആരും നടത്തരുതെന്നും ഇറാൻ്റെ IRGC രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ ഒമാൻ തീരത്തുകൂടിയുള്ള കപ്പൽ ഗതാഗതമെങ്കിലും സുഗമമാക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്ക. 50,000-ഓളം അമേരിക്കൻ പടയാളികൾ ഹോർമൂസ് കടലിടുക്കിലുണ്ട്. ഇറാൻ്റെ ആക്രമണങ്ങൾ ഇപ്പോൾ ഹോർമൂസിൽ നടക്കുന്നില്ല. മാത്രമല്ല ഇറാൻ്റെ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കയും ഹോർമൂസിൽ ഉപരോധം തീർക്കുന്നുണ്ട്. ലോക എണ്ണ നീക്കത്തിൻ്റെ ഏതാണ്ട് 1/5 നടക്കുന്ന തന്ത്രപ്രധാനമായ ഇടനാഴിയാണ് ഹോർമൂസ് കടലിടുക്ക്. ഇവിടെ അടച്ചുകൊണ്ട് നടത്തുന്ന നീക്കങ്ങൾ, ആക്രമണങ്ങളെല്ലാം വലിയ തോതിൽ മറ്റ് രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ എണ്ണവിലയെ ഇത് ബാധിക്കുമെന്നാണ് സൂചന. ഹോർമൂസ് കടലിടുക്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ തങ്ങൾക്ക് അവകാശമുണ്ട്. തങ്ങളുടെ അനുമതിയോടുകൂടി മാത്രമേ ഹോർമൂസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് നീങ്ങാൻ കഴിയൂ. വാണിജ്യ കപ്പലുകൾ അതുവഴി കടത്തിവിടുന്നതിന് ഇറാൻ ഫീസ് ഈടാക്കുകയും ചെയ്യും. ഇതാണ് ഇറാൻ്റെ നിലപാട്. എന്നാൽ അമേരിക്ക പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് എല്ലാ രാജ്യങ്ങളുടേതുമാണ്, അത് വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നാണ്. ഇത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഇറാൻ ആണവ ആയുധം വികസിപ്പിക്കരുതെന്നും നിലവിലെ ആണവ ഇന്ധനം അമേരിക്കയ്ക്ക് കൈമാറണമെന്നും അമേരിക്ക ശാഠ്യം പിടിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല. സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഇറാൻ്റെ പരമാധികാരത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുറേനിയം വിട്ടുകൊടുക്കുന്നില്ല എന്ന് ഇറാൻ തീരുമാനിക്കുന്നു. മാത്രമല്ല തങ്ങളുടെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ കൊന്നതിൻ്റെ പേരിൽ അമേരിക്കയ്ക്കെതിരെ പ്രതികാരം ചെയ്യാൻ ഇറാൻ ഒരുങ്ങി. അതായത് അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ ഇറാൻ നേരിട്ട് ചില ശ്രമങ്ങൾ നടത്തി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ കട്ടക്കലിപ്പിൽ ആക്രമണം നടത്തുന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ കഴിയാത്ത
കഴിയാതെ ഇറാൻ കുഴങ്ങുകയാണ്. എങ്കിലും തിരിച്ചടി എന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ശക്തിയേറിയ ആക്രമണമാണെങ്കിലും ഇപ്പോൾ ഇറാന്റെ ആക്രമണത്തിന് മൂർച്ച കുറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആരെയും ആക്രമിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇറാൻ മാറുമെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. അതിനായിട്ടുള്ള പോരാട്ടങ്ങൾ അമേരിക്ക ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഈ അനിശ്ചിതത്വങ്ങൾക്കെല്ലാം ഒടുവിൽ ഹൂതികളും രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഇറാൻ അവസാനിക്കാൻ പോകുന്നു എന്ന ഘട്ടത്തിലാണ് ഇറാന്റെ പ്രോക്സികളായ ഹൂതികൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും സൗദിയിലേക്കുള്ള കപ്പലുകൾ കടത്തിവിടില്ലെന്നും സൗദിയിൽ നിന്നും സൗദിയിലേക്കും പോകുന്ന കപ്പലുകളെ വെടിവെച്ചിടുമെന്നും ഇപ്പോൾ ഹൂതികളും ഭീഷണി മുഴക്കിയിരിക്കുന്നു. ഇത് പശ്ചിമേഷ്യയിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. സൗദി അറേബ്യയും ഹൂതികൾക്കെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഹൂതികൾക്കെതിരെ വ്യോമാക്രമണമടക്കം ശക്തമാക്കുന്ന കാര്യം സൗദി അറേബ്യ ചർച്ച ചെയ്തു വരികയുമാണ്.